Good morning to all. ഈ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 3-phase അൺബാലൻസ്ഡ് സർക്യൂട്ട്സിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ടിപ്പിക്കലി കുറച്ച് ഇടങ്ങളിൽ മാത്രമാണത് ഇതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട് സൊല്യൂഷൻ പാർട്സ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളത്. അപ്പോൾ അത് ക്ലബ് ചെയ്തുകൊണ്ടുള്ള ജനറൽ റൂൾസ് ഞാൻ ആദ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേ കണക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ ബാലൻസ് ഉള്ള എല്ലാ പ്രോബ്ലത്തിലും എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാം. സോ 3-phase അൺബാലൻസ്ഡ് സർക്യൂട്ട്സിൽ സർക്യൂട്ട്സ് നിങ്ങൾക്കറിയാം, ലോഡ് സൈഡിൽ അല്ലെങ്കിൽ ജനറേറ്റർ സൈഡിൽ അല്ലെങ്കിൽ ലോഡ് സൈഡിൽ നമ്മൾ 3 ഫേസും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പിഡൻസസ് ഓഫർ ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ അൺബാലൻസ് സർക്യൂട്ട്സിനകത്ത് വരുന്നത്. അത് അൺബാലൻസിൻ്റെ ഡെഫിനേഷൻ പാർട്ടിലേക്ക് പോകുമ്പോൾ ലോഡ് തന്നെ ആവണമെന്നില്ല, വരുന്ന ഫേസിൻ്റെ ഭാഗത്തോ വരുന്ന ഫ്രീക്വൻസിയുടെ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു അൺബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് അൺബാലൻസ് സർക്യൂട്ട്സ് ആവും. ഇനി നമ്മളെ റിലേറ്റ് ചെയ്യുമ്പോൾ ലോഡ് സൈഡിൽ അൺബാലൻസിങ് ആണ് യൂഷ്വലി നമ്മളെ സംബന്ധിച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന ലോഡ് അൺബാലൻസ് ചെയ്ത് വരുന്ന കേസുകളാണ്. സോ 3-phase അൺബാലൻസ്ഡ് സർക്യൂട്ട്സിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് സീക്വൻസസ് ഉണ്ട്. 2 types ഓഫ് സീക്വൻസസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ABC സീക്വൻസ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് CBA സീക്വൻസ്. ഈ ABC സീക്വൻസിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എഴുതുന്ന ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ABC. ഇതിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി അസൈൻ ചെയ്യണം. സിമിലർലി ബിയിൽ നിന്ന് സിയിലോട്ട് പോകുമ്പം -120 ഡിഗ്രി. സിമിലർലി സിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ -240 ഡിഗ്രി. ഈ -240 ഡിഗ്രി തന്നെയാണ് +120 ഡിഗ്രി. ഇതാണ് ഇതിലെ ABC സീക്വൻസിലാണ് നമ്മൾ ലോഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ABC സീക്വൻസ്. ഇനി സിമിലർലി നെക്സ്റ്റ് വൺ ആണ് ഇതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ളതാണ് CBA സീക്വൻസ്. CBA സീക്വൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. CBA സീക്വൻസിൽ നിങ്ങൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ABC മാർക്ക് ചെയ്യണം, സെയിം ഡയറക്ഷൻസ് മാർക്ക് ചെയ്യണം, അതായത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻസ് അതുപോലെ മാർക്ക് ചെയ്യണം. എയും ബിയും 0 ഡിഗ്രി തന്നെയാണ്, ബട്ട് ഇത് തമ്മിലാണ് ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത്. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ +120 ഡിഗ്രിയും, അതായത് ഇത് -240 ഡിഗ്രി, ഇവിടെ -120 ഡിഗ്രി. അതായത് ബി വന്നു കഴിഞ്ഞിട്ട് -240 -120 0 ഡിഗ്രി. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ പോകുന്തോറും കറസ്പോണ്ടിങ്ലി എന്ന് ബി എത്തുമ്പോൾ 0, നെക്സ്റ്റ് -240 -120 0. ഈ രീതിയിലാണ് ഇതിൻ്റെ സീക്വൻസ് പോകുന്നത്. പഠിച്ച് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ രീതിയിലുള്ളതാണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് ഞാൻ അധികം കയറുന്നില്ല. അപ്പം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു നൊട്ടേഷൻ ഓർത്തിരിക്കുക, വളരെ എളുപ്പമാണ്. സെയിം രീതിയിലാണ് ഈ 2 ഭാഗങ്ങളിൽ മാത്രമാണ് ABC സീക്വൻസ് ആണോ CBA സീക്വൻസിലാണോ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് വരുന്നത്. ഇനി ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ട് ABC ആണെങ്കിലും CBA സീക്വൻസ് ആണെങ്കിലും ഞാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് A ആണ്. റെഫറൻസ് വിത്ത് റെസ്പെക്ട് ടു ഫേസ് A. അതായത് എയിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് വിത്ത് റെഫറൻസ് ആയിട്ടാണ് ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്ത് പോയിരിക്കുന്നത്. റൈറ്റ്. ഇനി ഇതിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പം എങ്ങനെ ഏത് പ്രൊസീജിയറിൽ ചെയ്തു പോകണം എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3-phase 3 വയർ പ്രോബ്ലംസ് ആണെങ്കിൽ 3-phase 3 വയർ പ്രോബ്ലംസ് ആണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കരുത്. ആ ലോഡ് സർക്യൂട്ടിനെ ഉടൻ തന്നെ ചേഞ്ച് ടു ഡെൽറ്റ നെറ്റ്വർക്കിലേക്ക് തന്നെ മാറ്റണം. ടു ഡെൽറ്റ നെറ്റ്വർക്ക്. സ്റ്റാർ തരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഡെൽറ്റ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമിലർലി സ്റ്റാർ തന്നെയാണെങ്കിൽ അത് സ്റ്റാറിലിട്ട് തന്നെ ചെയ്യണം. ഈ രീതിയിൽ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എളുപ്പം സോൾവ് ചെയ്ത് മാറ്റാൻ കഴിയത്തുള്ളൂ. നെക്സ്റ്റ് 3-phase 4 വയറിൻ്റെ കേസാണ്. 3-phase 4 വയർ ആണെങ്കിൽ നോഡ് ഇക്വേഷനാണ് പ്രിഫർ ചെയ്യേണ്ടത്. നോഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. 3-phase 3 വയർ വരുമ്പം ലോഡ് സർക്യൂട്ട് എപ്പോഴും ഡെൽറ്റ നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ചെയ്ത് ചെയ്യുക. 3-phase 4 വയർ ആണെങ്കിൽ ഡയറക്റ്റ്ലി നോഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. ഇനി ഇതിൽ റിലേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഈ റെഫറൻസ് വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ചില ടെക്സ്റ്റ് ബുക്കുകളിലെങ്കിലും ഡിഫറെൻറ്റ് റെഫറൻസിലാണ് ഇത് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസറും ഡിഫർ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. യൂഷ്വലി ക്വസ്റ്റ്യൻസിൽ സാധാരണ വിത്ത് റെഫറൻസ് കാണാറില്ല. വിത്ത് റെഫറൻസ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ആംബിഗിറ്റി ഇല്ല, ഒരു ക്ലാരിറ്റി കുറവൊന്നുമില്ല. നിങ്ങളപ്പോൾ എഴുതുമ്പോൾ ആദ്യം തന്നെ
വിത്ത് റെസ്പെക്ട് ടു ഫേസ് എ എന്നുള്ള കാര്യം മാർക്ക് ചെയ്തിട്ട് എഴുതി തുടങ്ങുക. ജനറലി കണ്ടിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു ഫേസ് എ ആണ്, ബട്ട് സിലബസിൽ തന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാറി തിരിഞ്ഞും ഉണ്ട് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. സോ ഇനി ഇത് ബേസ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. A 3-phase 3-wire 240 volt CBA system supplies a delta connected load in which ZAB equal to 25 angle 90 degree ohm, ZBC equal to 15 angle 30 degree ohm and ZCA equal to 20 angle 0 degree ohm. Find line currents and total power എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു 3-phase 3-wire സർക്യൂട്ടിന് എക്സാമ്പിൾ ആണ്. 3-phase 3-wire സർക്യൂട്ടിന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡെൽറ്റ രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം. അപ്പം ലക്ലി നമ്മുടെ ഈ പ്രോബ്ലവും ഡെൽറ്റ കണക്റ്റഡ് ലോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വേറൊരു കൺവേർഷൻ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി CBA സിസ്റ്റം എന്ന് പറഞ്ഞു. CBA സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ വരച്ച ഫിഗർ ഒന്നുകൂടെ എങ്ങനെയാണ് CBA സിസ്റ്റത്തിലെ ഫേസ് പോകുന്നത് എന്നുള്ള കാര്യം ഇതിലോട്ട് വരയ്ക്കുകയാണ്. CBA സിസ്റ്റത്തിൽ ABC മാർക്ക് ചെയ്യുക. ABC. നെക്സ്റ്റ് എയിൽ നിന്ന് ബി പോകുമ്പോൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞു. ബിയിൽ നിന്ന് സി പോകുമ്പോൾ -120 അല്ല +120 ഡിഗ്രി, അതായത് -240 ഡിഗ്രി. ഇനിയാണ് -120 ഡിഗ്രി. ഇത് CBA സിസ്റ്റമാണ്. അപ്പോൾ CBA സിസ്റ്റത്തിൻ്റെ ഫേസ് ഈ രീതിയിലാണ് പോകുന്നത്. നെക്സ്റ്റ് ഈ ക്വസ്റ്റിനിൽ നിന്ന് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. എങ്ങനെയാണ് ഈ സർക്യൂട്ട് ഇരിക്കുന്നത് നോക്കാം. സോ ഡെൽറ്റ സർക്യൂട്ട് ഞാൻ വരയ്ക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ 20 ഓം, ആദ്യം ആ ഇമ്പിഡൻസിൻ്റെ കംപ്ലീറ്റ് അങ്ങ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. റൈറ്റ്, ഇത് എ ആയിട്ടെടുത്തു, ഇത് ബി ആയിട്ടെടുത്തു, ഇത് ആസ് യൂഷ്വൽ സി ആയിട്ട് വരും, ഇത് റൈറ്റ്. ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, എ ആയിട്ടെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ZAB, AB എന്ന് പറയുന്നത് 25 ആംഗിൾ 90 ഡിഗ്രി. കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. 25 ആംഗിൾ 90 ഡിഗ്രി. സിമിലർലി ZBC ഈക്വൽ ടു 15 ആംഗിൾ 30 ഡിഗ്രി. നെക്സ്റ്റ് 20 ഓം. 20 ആംഗിൾ 0 ഡിഗ്രി തന്നെയാണ് 20 ഓം. ഇനി നമുക്ക് ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് അസൈൻ ചെയ്യണം. കറണ്ട് എങ്ങനെ പോകുന്നുള്ളത് ABCയിലെല്ലാം തന്നെ എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പോകുന്ന കറണ്ട് IA. സിമിലർലി ഈ രീതിയിൽ വരുന്ന കറണ്ട് IB. സിമിലർലി ഈ രീതിയിൽ പോകുന്ന കറണ്ട് IC. ഇനി ഇതിനകത്തോട്ട് വേറൊരു കറണ്ട്, അതായത് ഇന്നർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈൻ കറണ്ട് മാറി ഇനി ഫേസ് കറണ്ടും കൂടി ഇതിന് കറസ്പോണ്ടിംഗ്ലി മാർക്ക് ചെയ്ത് വെക്കണം. കാരണം ഈ ക്വസ്റ്റ്യനിൽ ലൈൻ കറണ്ട്സ് എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ലൈൻ കറണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. സോ ഈ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്യണം. ഈ രീതി തന്നെ വേണമെന്നില്ല. ഞാൻ IAB ഫസ്റ്റ് ആയതുകൊണ്ട് IABയുടെ ഡയറക്ഷൻ ഈ ഫോമിൽ കൊടുത്തു. നെക്സ്റ്റ് ബിക്ക് റെഫറൻസ് ആയിട്ട് IBC ഈ രീതിയിൽ IBC. ഇനി ലാസ്റ്റ് വൺ ICA. ICA ഞാൻ ഈ ഫോമിലും കൊടുത്തു. റൈറ്റ്. ഇനി നമുക്കിത് വെച്ചുകൊണ്ട് സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവാം. IAB നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. IAB ഈക്വൽ ടു ഈ പോയിന്റിലെ വോൾട്ടേജ് VAB ബൈ ZAB ആണ്. ZAB. സോ VAB എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി 240 വോൾട്ട് CBA സിസ്റ്റം 3-phase 3-wire. അപ്പോൾ സോ അതുകൊണ്ട് തന്നെ ഈ ലൈൻ വോൾട്ടേജ് ആണ് തരുന്നത്. അതിനെ 240 ആ ലൈൻ വോൾട്ടേജ് തന്നെ എഴുതി 240. ഇനി എയും ബിയും തമ്മിലുള്ള ഫേസ് നോക്കുക 0 ഡിഗ്രി. So 240 divided by ZAB is 25 angle 90 degree. So അത് നമുക്ക് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 9.6 angle -90 degree. അതായത് ഇത് അല്ലാതെ തന്നെ ക്യാൻസൽ ചെയ്ത് നോക്കാം. ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിലോട്ട് എത്തുമ്പം ആംഗിൾ -90 ഡിഗ്രി ആയി 240/25 ആണ് ചെയ്തിരിക്കുന്നത്. 9.6 എന്നും ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി നെക്സ്റ്റ് വൺ നമുക്ക് ചെക്ക് ചെയ്യാം. IAB കാൽക്കുലേറ്റ് ചെയ്തു. IBC ഈക്വൽ ടു IBC, right? IBC equal to VBC by ZBC. VBC എന്ന് പറയുന്നത് 240, BCയിലേക്ക് പോകുമ്പോൾ +120 ഡിഗ്രി. സോ ആംഗിൾ 120 ഡിഗ്രി ഡിവൈഡഡ് ബൈ ZBC. ZBC is 15 ആംഗിൾ 30 ഡിഗ്രി.
സോ ആംഗുലർ പാർട്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രി വരും, 120 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. സോ ആംഗിൾ പാർട്ട് 90 ഡിഗ്രി വന്നു. ഇനി 240/15 അത് നമ്മൾ ചെയ്യുമ്പോൾ 16 എന്ന് പറയും. 16 റൈറ്റ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഫേസ് കറണ്ട് ആണ് എടുക്കേണ്ടത്. ലാസ്റ്റ് ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ICA ആണ്. ICA റൈറ്റ്. ICA ഈക്വൽ ടു VCA റൈറ്റ്. VCA ബൈ ആ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ZCA. VCA എന്ന് പറയുന്നത് 240, സിയും എയും തമ്മിലുള്ളത് -120 ഡിഗ്രി ബൈ ZCA ഇമ്പിഡൻസ് 20. സോ ഇത് കറസ്പോണ്ടിംഗ്ലി 24/2 12 ആംഗിൾ -120. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ഫേസ് കറൻസ് ആണ്. ഫേസ് കറൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ലൈൻ കറണ്ട് ആണ്. ലൈൻ കറൻസ് ആണ് നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലൈൻ കറണ്ട് IA ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. IA എന്ന് പറയുന്നത് ലൈനിൽ നിന്ന് വരുന്ന കറണ്ടാണ്. IA നമുക്ക് ബാലൻസ് ഉള്ള ടേംസിൽ റിലേറ്റ് ചെയ്യണം. കറണ്ട് IA എന്ന് പറയുന്നത് നോഡിൽ A എന്ന് പറയുന്ന നോഡിൽ എൻ്റർ ചെയ്യാണ്. സോ ലീവ് ചെയ്യുന്ന കറൻസ് എന്ന് പറയുന്നത് എൻ്റർ ചെയ്യുന്ന കംപ്ലീറ്റ് ലീവ് ചെയ്യണം. അതാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ സ്റ്റേറ്റ് ചെയ്ത് പോകുന്നത്. IA ഈക്വൽ ടു എൻ്റർ ചെയ്യുന്ന കറണ്ട് ലീവ് ചെയ്യുന്ന കറണ്ടായിട്ട് കൊടുക്കുക. IAB ലീവ് ചെയ്യുന്നുണ്ട്, ബട്ട് ICA ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് IAB മൈനസ് ICA. IAB ICA നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. സിമിലർലി അത് ഇക്വേഷൻസിനെ എഴുതുകയാണ്. IB ഈക്വൽ ടു IB എന്ന് പറയുന്ന കറണ്ട് ഈ നോഡിൽ B എന്ന് പറയുന്ന നോഡിൽ എൻ്റർ ചെയ്യുന്നു. ലീവ് ചെയ്യുന്ന കറണ്ടുകൾ എന്ന് പറയുമ്പം IBC റൈറ്റ്. IBC ബട്ട് IAB എന്ന് പറയുന്ന കറണ്ട് എൻ്റർ ചെയ്യുകയാണ്. IAB എന്ന് പറയുന്ന കറണ്ട് എൻ്റർ ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മൈനസ് IAB. അത് നമുക്ക് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് IC ഈക്വൽ ടു സിമിലർലി നോഡ് C ചെക്ക് ചെയ്യാം. IC ഈക്വൽ ടു ICA റൈറ്റ്. എൻ്റർ ചെയ്യുന്ന കറണ്ട് IC ഈക്വൽ ടു എൻ്റർ ചെയ്യുന്ന കറണ്ട് ഈക്വൽ ടു ലീവ് ചെയ്യുന്ന കറണ്ട് കൊടുക്കുക. ICA മൈനസ് IBC എന്ന് പറയുന്ന ഈ കറണ്ട് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നു. സോ അതുകൊണ്ട് നെഗറ്റീവായിട്ട് വന്നു. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാൽക്കുലേറ്ററിൽ ആദ്യം തന്നെ IAB IBC ICA കൊണ്ടുവന്ന് വേരിയബിൾസിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് സ്റ്റോർ ചെയ്യണം. IAB A എന്ന് പറയുന്ന വേരിയബിളായിട്ട് ഇത് സ്റ്റോർ ചെയ്യുക, B എന്ന് പറയുന്ന വേരിയബിളായിട്ട് ഈ വാല്യൂ സ്റ്റോർ ചെയ്യുക, C എന്ന് പറയുന്ന വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണ ഇരുന്ന് കാൽക്കുലേറ്ററിൽ ഇത് എൻ്റർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് വേണ്ടി കാൽക്കുലേറ്ററിൽ ആ വേരിയബിൾസ് ഇഷ്ടംപോലെ വേരിയബിൾസ് ആണ്. ABCDEF ആ രീതിയിൽ വേരിയബിൾസ് ആണ്. ഏതെങ്കിലും 3 വേരിയബിൾസിലായിട്ട് ഈ പറയുന്ന വാല്യൂസ് എൻ്റർ ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് IA നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 6.05 ആംഗിൾ 7.52 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി IB നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 25.6 ആംഗിൾ 90 ഡിഗ്രി. സിമിലർലി നമുക്ക് IC സോൾവ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 27.066 ആംഗിൾ -102.80 എന്ന് ഒബ്റ്റെയിൻ. സോ ഈ രീതിയിൽ 3 ലൈൻ കറണ്ട് നമ്മളിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ലൈൻ കറൻസ് ആണെന്ന് ഓർക്കുക. ലൈൻ കറൻസ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന ടോട്ടൽ പവറാണ്. സോ PAB നമുക്ക് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഈ പവർ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ലോഡിന് ക്രോസ് വരുന്ന പവറാണ് മീൻ ചെയ്യുന്നത്. സോ PAB എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. PAB ഈക്വൽ ടു പവർ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അതിനോടൊപ്പം ഇവിടെ ഫേസിൻ്റെ ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്യുക. VAB പവർ ഈക്വൽ ടു VAB ഇൻറ്റു IAB. AB ഫസ്റ്റ് പാർട്ടിലാണ് വോൾട്ടേജ് അക്രോസിന്. നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്തായിരുന്നു. മറ്റേ CBS സീക്വൻസ് വരച്ചപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. VAB ഈക്വൽ ടു 240. IAB നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന 9.6 ആംഗിൾ -90 ഡിഗ്രി. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പാർട്ട് മാത്രം എടുക്കുന്നു, 9.6. നെക്സ്റ്റ് കോസ് VABക്ക് ആംഗിൾ ഇല്ല, അതുകൊണ്ട് 0 മൈനസ് അടുത്ത ഇത് -90 ഡിഗ്രിയാണ്. സോ ഈ രീതിയിൽ അഗെയിൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ് 90 ഡിഗ്രി ഇവിടെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് മാറും, 0 ആയിട്ട് നമുക്ക് ചെയ്യും. സിമിലർലി നെക്സ്റ്റ് വൺ ചെക്ക് ചെയ്യാം. പവർ PBC. BC എന്ന് പറയുന്ന ലോഡിനുള്ളത് ചെക്ക് ചെയ്യാം. VBC നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത 240 ആംഗിൾ 120 ഡിഗ്രിയാണ്. നെക്സ്റ്റ് IBC എന്ന് പറയുന്ന 16 ആണ്. മാഗ്നിറ്റ്യൂഡ് പാർട്ട് മാത്രം എഴുതുന്നു. നെക്സ്റ്റ് കോസ്
ഫസ്റ്റ് വണ്ണിൻ്റെ വി ബി സിയുടെ അത് ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി മൈനസ് നെക്സ്റ്റ് ഇത് പ്ലസ് 90 ഡിഗ്രിയാണ്. സോ ഈ രീതിയിലാണ്, അതായത് 120 മൈനസ് 90 ഡിഗ്രി, അത് നമുക്ക് 30 ഡിഗ്രി കോസ് 30 ഡിഗ്രി ആയിട്ട് ഇത് ഒപ്റ്റെയിൻ ചെയ്യും. മാഗ്നിറ്റ്യൂഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പവർ ഒപ്റ്റെയിൻ ചെയ്യുന്ന 3325.5 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സിമിലർലി നെക്സ്റ്റ് പി സി എ ഈക്വൽ ടു വി സി എ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 240 ആംഗിൾ മൈനസ് 120 ഡിഗ്രിയാണ്. 240. ഇനി ഐ സി എ 12 ആയിട്ട് വന്നു. കോസ് വി സിയുടെ ഫേസ് ഫാക്ടർ മൈനസ് 120 ഡിഗ്രി. ഇനി മൈനസ് അടുത്ത ഐ സിയുടെ അഗെയിൻ മൈനസ് 120 ഡിഗ്രി. സോ അഗെയിൻ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 120 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി, ദാറ്റ് അത് 0 ആയിട്ട് പോകും. കോസ് 0 1 ആണ്. സോ 240 × 12 മാത്രം മതി. അത് 2880 ആയിട്ട് നമുക്ക് കിട്ടും. 2880. സോ ഇതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ആക്റ്റീവ് പവറാണ്. സോ ടോട്ടൽ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. PAB പ്ലസ് PBC പ്ലസ് PCA ആണ്. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 6.2055 കിലോ വാട്ട് ആയിട്ട് വരും. ഇനി എക്സാമിനേഷനെ റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് പവർ മാത്രമല്ല റിയാക്റ്റീവ് പവറും കൂടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോട്ടൽ 2 പവറും കിട്ടത്തുള്ളൂ. ഇതിന് റിയാക്റ്റീവ് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോസിൻ്റെ സ്ഥാനത്ത് സൈൻ യൂസ് ചെയ്യുക, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. എന്നിട്ട് അപ്പാരൻറ്റ് പവറിൻ്റെ ഫോമിലും കൂടെ എഴുതുക. അപ്പാരൻറ്റ് പവർ ഞാൻ ഇതിന് മുമ്പിലുള്ള ഒരു വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പാരൻറ്റ് പവർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 2 രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും ഒന്ന് എഴുതുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആക്റ്റീവ് പവറിൻ്റെ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവറിൻ്റെ സ്ക്വയർ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ആക്റ്റീവ് പവർ വെച്ച് മാത്രം നിർത്താതെ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ആക്റ്റീവ് പവർ ഇവിടെ കിട്ടി, ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. സിമിലർലി റിയാക്റ്റീവ് പവർ കിട്ടാൻ വേണ്ടി സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, കംപ്ലീറ്റ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ കമ്പോണൻസ് വെച്ച് വേണോ, ഓരോ ഫേസിൻ്റെ കമ്പോണൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. A 3-phase 4-wire 400 volt supply is connected to an unbalanced load having phase impedances of ZR equal to 8 plus J6 ohm, ZY equal to 8 minus J6 ohm and ZR equal to 5 ohm. ഇത് ZR അല്ല, ZB ആയിരിക്കും. സോ അതൊന്ന് കറക്റ്റ് ചെയ്യാം. ZB equal to 5 ohm. Right? ZB equal to 5 ohm. Impedance of the neutral line is 1 minus J ohm. Find the phase currents and phase voltages of the load. So ഒരു 3-phase 4-wire സിസ്റ്റം തന്നിട്ടുണ്ട്. അത് കറസ്പോണ്ടിംഗ്ലി അൺബാലൻസ്ഡ് ലോഡിലെ ഇമ്പിഡൻസസും തന്നിട്ടുണ്ട്. ന്യൂട്രൽ ലൈനിൻ്റെ ഇമ്പിഡൻസും തരുന്നുണ്ട്. ആ സമയത്ത് ഫേസ് കറൻറ്റും ഫേസ് വോൾട്ടേജസും ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3-phase 4-wire ആണ്. അത് 4-wire ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അഡ്വാൻറ്റേജ് ആണ്. സർക്യൂട്ട് കുറച്ചുകൂടെ എളുപ്പമാവും. 3-phase 3-wire ആലേക്ക് മാറുമ്പോഴാണ് ഒരു ഡിഫിക്കൽട്ടി എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ വരുന്നത്. സോ ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. 3-phase 4-wire 400 volt സപ്ലൈ എന്ന് പറയുന്നുണ്ട്. 4-wire ആയതുകൊണ്ട് തന്നെ സ്റ്റാർ കണക്റ്റഡ് ആകും. സോ ആ സ്റ്റാർ കണക്റ്റഡ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന 400 volt സപ്ലൈ എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ ആണ്. അപ്പോൾ ഫേസ് വോൾട്ടേജിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണം. ഫേസ് വോൾട്ടേജ് അത് വേറൊന്നുമല്ല, സ്റ്റാർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡിലേക്ക് മാറുമ്പോൾ 400/√3 ആയിരിക്കും ഫേസ് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഈ രീതിയിൽ മാർക്ക് ചെയ്യും. 400/√3 ആയിട്ട് വരും. ഇനി നമ്മുടെ കറസ്പോണ്ടിംഗ്ലി സോഴ്സ് സൈഡിലുള്ള അല്ലെങ്കിൽ സപ്ലൈ സൈഡിലുള്ളത് കംപ്ലീറ്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ ലൈനും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ്. ഇതിൻ്റെ ഫേസ് പോകുന്ന 400/√3. 400/√3 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 231. അപ്പോൾ 231 ആയിട്ട് ഞാനത് റിലേറ്റ് ചെയ്യാം. സോ അത് 231 ആക്കാം. 231 ആംഗിൾ 0. റൈറ്റ്? അത് ഞാൻ ഇതിനകത്ത് 231 ആംഗിൾ 0. നെക്സ്റ്റ് അപ്പോൾ ഇത് 6 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി സിമിലർലി Y ഇതാണ്, സിമിലർലി B ഇതുമാണ്. ഇനി ഇവിടത്തത് നെഗറ്റീവ്, ന്യൂട്രലിൻ്റെ ഭാഗം വരുന്നത് നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ ന്യൂട്രൽ ഇതാണ്. സോ അതുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇത് 231 ആംഗിൾ -120 ഡിഗ്രി.
റൈറ്റ്. സിമിലർലി ബിയിൽ വരുന്നത് 231 ആംഗിൾ -240 ഡിഗ്രിയാണ്. അത് തന്നെയാണ് +120 ഡിഗ്രി. റൈറ്റ്. ഇനി ഇങ്ങനത്തുള്ള ഒരു സർക്യൂട്ട് അടുത്ത കറസ്പോണ്ടിങ്ങിൽ നമ്മളെ അൺബാലൻസ്ഡ് ലോഡിലേക്ക് കണക്ട് ചെയ്യാണ്. അതിന്റെ ഫിഗർ ഞാൻ വരയ്ക്കാം. അൺബാലൻസ്ഡ് ലോഡിന്റെ കേസിൽ എടുക്കുമ്പം ഫസ്റ്റ് വൺ ആ ഇമ്പിഡൻസസ് കറക്റ്റ്ലി മാർക്ക് ചെയ്യാം. ഓക്കെ. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇസഡ് ആർ. ഞാനിത് ആർ നേരത്തെ എഴുതിയിരിക്കുന്ന അതേ ടെർമിനോളജി തന്നെ. ആർ നെക്സ്റ്റ് ആർ കഴിഞ്ഞ് നെക്സ്റ്റ് വൈ ബി. ഇതൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ കണക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടി വൈയും അടുപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആർ വൈ ബി ആയിട്ടാണ് റിലേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇസഡ് ആർ എന്ന് പറയുന്നത് 8 + j6 ആണ്. ഇസഡ് വൈ എന്ന് പറയുന്നത് 8 - j6 ആണ്. ഇസഡ് ബി എന്ന് പറയുന്നത് 5 Ω ആണ്. ഇസഡ് ബി = 5 Ω ആണ്. ഇനി ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ഷന് വേണ്ടി കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ ഇത് സിമിലർലി വൈ, സിമിലർലി ബി. ഇനി ന്യൂട്രൽ ലൈനും കൂടെ തന്നിട്ടുണ്ട്. ന്യൂട്രൽ ലൈനും കൂടെ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. ന്യൂട്രൽ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ന്യൂട്രൽ ലൈൻ നമുക്ക് ഈ രീതിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി അവിടെ കറസ്പോണ്ടിങ്ങിൽ ആ ന്യൂട്രൽ എന്നുള്ള കാര്യം കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ന്യൂട്രൽ, ഇത് ന്യൂട്രൽ, ഇവിടെ ന്യൂട്രലാണ്. സോ ഇനി നമുക്ക് എൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകും. സൊല്യൂഷൻ പാർട്ടിൽ ഇതേ കണക്കൊരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നോഡ് ഇക്വേഷൻ വെച്ച് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നോഡ് ഇക്വേഷൻ എഴുതാം. ഈ നോഡ് വോൾട്ടേജിനെ ഞാൻ വി ആയിട്ട് റിലേറ്റ് ചെയ്യാം. നോഡ് വോൾട്ടേജിനെ ഞാൻ വി ആയിട്ട് റിലേറ്റ് ചെയ്യാം. നോഡ് വോൾട്ടേജ്. സോ ആ നോഡ് ഇക്വേഷന് വേണ്ടി വി. ഇനി ഈ പോകുന്ന കറന്റുകളും കൂടെ മാർക്ക് ചെയ്യാം. IR, IY, IB. ഇനി ന്യൂട്രലിന്റെ കറന്റ് ഈ രീതിയിലാണ് വരുന്നത്. IN റിട്ടേൺ കറന്റ് ആണ് ന്യൂട്രൽ. സോ IR നമുക്ക് എടുക്കാം. അതിനു വേണ്ടി ആ നോഡ് ഇക്വേഷൻ എഴുതുകയാണ്. V - 231. ഇവിടുത്തെ നോഡ് വോൾട്ടേജ് V ആണ്. V മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് 231 ബൈ റെസിസ്റ്റൻസ് ആണ് കറന്റ് എന്ന് പറയുന്നത്. റൈറ്റ്. V - 231. ഇവിടുത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 231 ബൈ റെസിസ്റ്റൻസ് 8 + j6. സിമിലർലി നെക്സ്റ്റ് വൺ ഇവിടുത്തെ ഇമ്പിഡൻസ്, ന്യൂട്രൽ ലൈനിന്റെ ഇമ്പിഡൻസ് തന്നിരുന്നു 1 - j Ω ആയിട്ടാണ്. സോ അതെടുക്കാം. V by 1 - j, റൈറ്റ്, പ്ലസ് നെക്സ്റ്റ് 1 by നെക്സ്റ്റ് V മൈനസ് 231 ആംഗിൾ -120 ഡിഗ്രി. V - 231 ആംഗിൾ -120 ഡിഗ്രി ബൈ 8 - j6. ഇനി ഇതിന്റെ ലാസ്റ്റ് വരുന്നത് പ്ലസ് V - 231 ആംഗിൾ 120 ഡിഗ്രി ബൈ അവിടുത്തെ ഇമ്പിഡൻസ് 5 Ω ഈക്വൽ ടു 0 ആയിട്ട് മാർക്ക് ചെയ്തു. റൈറ്റ്. ഇനി V കോമൺ ആയിട്ട് എടുക്കുകയാണ്. V കോമൺ ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. V കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1/8 + j6 പ്ലസ് 1/1 - j പ്ലസ് 1/8 - j6 പ്ലസ് 1/5 ഈക്വൽ ടു 231 by 8 plus j6 plus 231 angle -120 degree by 8 minus j6 plus 231 angle 120 degree by 5. ഇതിൽ നിന്ന് V കാൽക്കുലേറ്റ് ചെയ്യാം. V നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് V ഈക്വൽ ടു 3.73 ആംഗിൾ 89.8 ഡിഗ്രി എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ V ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. V ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഫേസ് കറണ്ട്സ് ആണ്. ഈ 8 + j6 എന്ന് പറയുന്ന ഓമിലൂടെ പോകുന്ന ഫേസ് കറന്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ ഇമ്പിഡൻസിലൂടെ. അപ്പോൾ വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. സിമിലർലി അതിൽ നിന്ന് റെസിസ്റ്റൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് ആ ഫേസ് കറണ്ട്സ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ IR ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കറന്റ്, ഫസ്റ്റ് ഫേസ് ലൈൻ. സോ IR ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ്, അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഈ രീതിയിലാണ് ഡയറക്ഷൻ ഉള്ളത്. സോഴ്സിൽ നിന്ന് ലോഡിലേക്കാണ് പോകുന്നത്. സോ ഡയറക്ഷൻ ആ രീതിയായിരിക്കും ഒബ്വിയസ്ലി.
സോ IR എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് 231 മൈനസ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് വി എന്ന് പറയുന്നത് ഇവിടെ ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 231 മൈനസ് വി ഡിവൈഡഡ് ബൈ 8+j6 റൈറ്റ്. അപ്പോൾ നമുക്കിത് ഒപ്റ്റെയിൻ ചെയ്യുന്നത് എഗെയിൻ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ വി നമ്മളൊരു വേരിയബിളായിട്ട് കാൽക്കുലേറ്റർ സ്റ്റോർ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം വരും. റിപ്പീറ്റഡ്ലി വരുന്ന കേസ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 23.1 ആംഗിൾ -37.7 ആയിട്ട് IR ഒപ്റ്റെയിൻ ചെയ്തു. സിമിലർലി നമുക്ക് നെക്സ്റ്റ് വൺ IY ഇവാലുവേറ്റ്. IY എന്ന് പറയുന്നത് എഗെയിൻ 231 ആംഗിൾ -120 ഡിഗ്രി ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇനി ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് വി ആണ്. വി ഡിവൈഡഡ് ബൈ അവിടുത്തെ ഇമ്പിഡൻസ് 8-j6. സോ എഗെയിൻ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് 23.4 ആംഗിൾ -82.6 ഡിഗ്രി റൈറ്റ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വൺ ആണ് IB ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് 231 ആംഗിൾ 120 ഡിഗ്രി മൈനസ് ബി ബൈ ഇമ്പിഡൻസ് 5 ഓം ആണ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 45.55 ആംഗിൾ 120.4. ഇനി കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് വരുമ്പോൾ പ്രോപ്പറായിട്ട് ബ്രാക്കറ്റ് ഇൻസേർട്ട് ചെയ്യണം. ബ്രാക്കറ്റ് ഇടാതെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ 120 മൈനസ് 7 ഇത് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ മേ ബി 120 മൈനസ് ഈ പറയുന്ന വാല്യൂ ഡയറക്റ്റ് എടുക്കാൻ തുടങ്ങും ആംഗിളിൻ്റെ അകത്ത്. സോ അപ്പോൾ അങ്ങനത്തുള്ള ഇഷ്യൂസൊക്കെ പലപ്പോഴും വരും. വ്യക്തമായ രീതിയിൽ ബ്രാക്കറ്റ് ഇൻസേർട്ട് ചെയ്ത് തന്നെ മാത്രമേ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന പ്രോബ്ലംസ് ചെയ്യാവൂ. റൈറ്റ്. സോ ഇതിൻ്റെ യൂണിറ്റ് എല്ലാം മാർക്ക് ചെയ്തോണം. ആംബിയർ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ IR IY IB ഒപ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂട്രൽ കറണ്ട് ഇതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാം. IN റൈറ്റ്. IN ഈക്വൽ ടു റിട്ടേൺ കറണ്ടാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ ഫിഗർ വരച്ച് ഈ ഫിഗറിൽ INൻ്റെ ഡയറക്ഷൻ ഞാൻ ഈ രീതിയിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ INൻ്റെ ഡയറക്ഷൻ ഞാൻ ഇതിനകത്ത് തന്നിരിക്കുന്നത് കൊണ്ട് IR പ്ലസ് IY പ്ലസ് IB ആണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഡയറക്ഷൻ ഈ രീതിയിൽ റിട്ടേൺ കറണ്ട് ആയത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് IN ഈക്വൽ ടു ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഈ IR IY IB നമുക്ക് ഇപ്പോൾ ഒപ്റ്റെയിൻ ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 2.64 ആംഗിൾ 131.9 ഡിഗ്രി എന്ന് പറഞ്ഞു. 2.64 ആംഗിൾ 131.9 ഡിഗ്രി നമുക്ക് ആൻസർ ഒപ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ ഇതിൽ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഈ ന്യൂട്രൽ കറണ്ട് ഈ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ന്യൂട്രൽ കറണ്ട് ഡയറക്ഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതേ ഡയറക്ഷനിൽ എടുക്കുന്നുണ്ടെങ്കിൽ IN ഈക്വൽ ടു മൈനസ് ആയിട്ടും കൂടെ ഇട്ട് ചെയ്യണം. ഞാൻ ഈ ഫിഗർ വരച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടാണ് ന്യൂട്രൽ കറണ്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അത് റിവേഴ്സ് കറണ്ട് ആയിട്ടാണ് ഞാനിത് അസ്യൂം ചെയ്തിരിക്കുന്നത്. അസ്യൂമിങ് ഇറ്റ് ആസ് റിവേഴ്സ് കറണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ വന്നത്. ഇനി നിങ്ങൾ ഫോർവേഡ് ഡയറക്ഷനിലാണ് നിങ്ങളത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റു -1 ആയിരിക്കും. കാരണം ഇതിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞു പോകുന്നുണ്ട്. RYBയുടെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ന്യൂട്രലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഇൻറ്റു -1 ചെയ്തേക്കണം. അക്കാര്യം ഓർത്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫേസ് വോൾട്ടേജ് ആണ്. നെക്സ്റ്റ് ഫേസ് വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഫേസ് വോൾട്ടേജ് ഫസ്റ്റ് ഫേസ് വോൾട്ടേജ്, അതായത് വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ് 8+j6 ഓം ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഫേസ് വോൾട്ടേജ് VR റൈറ്റ്. VR ഈക്വൽ ടു റെസിസ്റ്റൻസ് 8+j6 ഇമ്പിഡൻസ് 8+j6 ഇൻറ്റു അവിടുത്തെ കറണ്ട് IR നമുക്കിപ്പോൾ ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനാണ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും VR ഈക്വൽ ടു 231 ആംഗിൾ -0.83 ഡിഗ്രി വോൾട്ടേജ് ഒപ്റ്റെയിൻ ചെയ്തു. സിമിലർലി നെക്സ്റ്റ് ഫേസ് VY ഈക്വൽ ടു അഗെയിൻ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 8-j6 ഇൻറ്റു അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് IY ആണ്. IY നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഫോമിൽ കിട്ടി. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 234 ആംഗിൾ -119.46 ആയിട്ട് ഡിഗ്രി. സിമിലർലി ലാസ്റ്റ് വൺ VB ഈക്വൽ ടു ആ ഇമ്പിഡൻസ് RB എന്ന് പറയുന്നത് 5 ഓം ആണ്. 5 ഇൻറ്റു IB. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 227.7 ആംഗിൾ 120.4 ഡിഗ്രി വോൾട്ട് ആയിട്ടാണ് നമുക്ക് ഒപ്റ്റെയിൻ. റൈറ്റ്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An unbalanced star connected load has branch impedance ZR equal to 10 angle 30 degree ohm, ZY equal to 10 angle -45 degree ohm and ZB equal to 20 angle 60 degree ohm and is connected to a
200 volt balanced 3-phase 3-wire supply. 3-phase 3-wire supply. Find the line currents and the voltage across each impedance. So, ഈ ക്വസ്റ്റ്യൻ ഒരു 3-phase 3-wire സപ്ലൈ പ്രോബ്ലത്തിന് എക്സാമ്പിൾ ആണ്. ഇത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ലോഡ് എന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ലോഡ് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ZR, സിമിലർലി here വരയ്ക്കുക ZR, ZY, ZB, ZR, RYB. ഇനി RYB ഇത് ഇംപിഡൻസ് കറസ്പോണ്ടിംഗ്ലി 10 ആംഗിൾ 30 ഡിഗ്രി, ZY 10 ആംഗിൾ -45 ഡിഗ്രി. സിമിലർലി ഈ ഇംപിഡൻസ് 20 ആംഗിൾ 60 ഡിഗ്രി എന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ 3-phase 3-wire സപ്ലൈയുടെ ഇതിൽ നമുക്ക് ഡയറക്റ്റ്ലി 3-phase 3-wire സപ്ലൈ ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡിൽ തരുന്നുണ്ടെങ്കിൽ ഇതിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഞാൻ ഇതിന് ആദ്യം ഇനിഷ്യലി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ 3-phase 3-wireൽ സ്റ്റാർ വരുന്നുണ്ടെങ്കിൽ അതിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് കേസിലുള്ള പ്രോബ്ലം പോലെ നമുക്ക് ഈ നോഡ് ഇക്വേഷൻ വിയിൽ നിന്ന് 3-phase 4-wireലാണെങ്കിൽ ആ പ്രോബ്ലങ്ങളിൽ ഈ നോഡ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു കണക്ഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്, ഈ കണക്ട് ചെയ്ത് വരുന്ന പോയിന്റ്, ന്യൂട്രൽ പോയിന്റിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആവണമെന്നില്ല. അതിനോടൊപ്പം തന്നെ ഇവിടെ കണക്ഷൻസും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് വരുന്നത്. സോ ഇതിനെ ഡെൽറ്റയിലേക്ക് ഞാൻ മാറ്റി വരയ്ക്കുന്ന ഫിഗർ വരയ്ക്കുകയാണ്. ആദ്യം ഡെൽറ്റ, ഇനി ആർ നേരത്തെ മാർക്ക് ചെയ്ത കണക്ക് ആർ, വൈ, നെക്സ്റ്റ് ബി, ആർ വൈ ബി. ഇനി ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ZRY, ZBR, ZYB, ZRY, ZBR, ZYB. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാകും. സ്റ്റാർ കണക്റ്റഡ് ഡെൽറ്റയിലേക്ക് മാറുമ്പോൾ എനിവേ ഇംപിഡൻസിൻ്റെ ന്യൂമറേറ്റർ പാർട്ടിൽ എല്ലാത്തിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻസ് വരും, ഡിനോമിനേറ്റർ പാർട്ടിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരും. ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ ZRY ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ന്യൂമറേറ്റർ പാർട്ടിൽ 10 ആംഗിൾ 30 × 20 ആംഗിൾ 60 പ്ലസ് 20 ആംഗിൾ 60 × 10 ആംഗിൾ -45 പ്ലസ് 10 ആംഗിൾ -45 × 10 ആംഗിൾ 30 ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഈ ZRY ആകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് ആണ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ന്യൂമറേറ്റർ പാർട്ട് ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കേസാണ് ന്യൂമറേറ്റർ പാർട്ട്. സോ അതുകൊണ്ട് ഞാൻ ന്യൂമറേറ്റർ പാർട്ട് ആദ്യം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ന്യൂമറേറ്റർ ഈക്വൽ ടു 10 ആംഗിൾ 30 × 20 ആംഗിൾ 60. ഇതെല്ലാം 3 കേസുകളിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഡയറക്റ്റ്ലി തന്നെ എടുത്തിരിക്കുന്നത്. പ്ലസ് 20 ആംഗിൾ 60 × 10 ആംഗിൾ -45 പ്ലസ് 10 ആംഗിൾ -45 × 10 ആംഗിൾ 30 -45 × 10 ആംഗിൾ 30. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്തത് 367.4 ആംഗിൾ 38 ഡിഗ്രി എന്നാണ് ന്യൂമറേറ്റർ പാർട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് എല്ലാത്തിലും ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി ഇതിൽ ഓരോ ഇംപിഡൻസ് നോക്കാം. ZRY ഞാൻ പറഞ്ഞു ഈ ന്യൂമറേറ്റർ പാർട്ട് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്, അതായത് 20 ആംഗിൾ ന്യൂമറേറ്റർ പാർട്ട് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്, അതായത് 20 ആംഗിൾ 60. സോ ഇത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 18.37 ആംഗിൾ -22.7 ഡിഗ്രി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി നെക്സ്റ്റ് വൺ ZYB ചെക്ക് ചെയ്യാം. ZYB എന്ന് പറയുന്നത് അഗെയിൻ ന്യൂമറേറ്റർ പാർട്ട് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഇതാണ്. സോ 10 ആംഗിൾ 30. സോ അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 36.74 ആംഗിൾ 8 ഡിഗ്രി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും.
റൈറ്റ്. ഇനി ഈ കോമ്പിനേഷൻ്റെ ലാസ്റ്റ് വൺ ZBR ആണ്. ZBR നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ ന്യൂമറേറ്റർ പാർട്ട് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്, അതായത് 10 ആംഗിൾ -45 അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 36.74 ആംഗിൾ 83 ആയിട്ട് പോകും. സോ ഇതിനെ ഡെൽറ്റയിനെ സ്റ്റാറിലേക്ക് കംപ്ലീറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അടുത്ത് നമുക്ക് വോൾട്ടേജസ് ഒന്ന് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിലെ ഇനിഷ്യൽ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഫിഗർ ഞാൻ ഒന്നുകൂടെ റീഡ്രോ ചെയ്യാണ്. ABC മാർക്ക് ചെയ്യുക. ഇതിനകത്ത് ഏത് സിസ്റ്റം ഒന്നും പറയുന്നില്ല, അപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ABC സിസ്റ്റം യൂസ് ചെയ്യാം. ABC മാർക്ക് ചെയ്യുക. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ 0 ഡിഗ്രി, ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ -120 ഡിഗ്രി, സിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ -240 അല്ലെങ്കിൽ +120 ഡിഗ്രി. അപ്പോൾ ആ രീതിയിലാണ് ഇവിടത്തെയും വരുന്നത്. ഇവിടെ ABC എന്ന് പറയുന്നതിന് പകരം ABCക്ക് പകരം ഇവിടെ തന്നിരിക്കുന്നത് RYB ആണ്. ഈ ഫോം തന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യണം. സോ നെക്സ്റ്റ് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം VRY നമുക്ക് വരുന്നത്, ഇതിപ്പോൾ ഡെൽറ്റ ലോഡാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി 200 വോൾട്ട് തന്നെയാണ്, 200 ആംഗിൾ 0. സിമിലർലി VRY നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. നെക്സ്റ്റ് VYB ഈക്വൽ ടു 200 ആംഗിൾ -120 ഡിഗ്രി, റൈറ്റ്. അതായത് ബിയിൽ നിന്ന് സി പോകുമ്പോൾ -120 ഡിഗ്രി. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് VBR എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് ഇവിടെ ഇക്വലന്റ് സി ആണ്. സിയിൽ നിന്ന് എയിലേക്ക് പോകുന്നു, സിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ 120 ഡിഗ്രി. സോ 200 ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ ഈ രീതിയിൽ 3 വോൾട്ടേജ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഫേസ് കറണ്ട് ഇവാലുവേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറയുന്ന ലൈൻ കറണ്ട് ആണ്. അത് നമുക്ക് ഫേസ് കറണ്ട് വഴി മാത്രമേ ലൈൻ കറണ്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഫേസ് കറണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. IRY, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് ഇവാലുവേറ്റ് ചെയ്യാം. IRY ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടത് കറണ്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ VRY നമ്മൾ എന്താണെന്ന് കണ്ടു. സിമിലർലി ZRY നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ IRY ഈക്വൽ ടു VRY ബൈ ZRY. അത് VRY ഇവിടെ കണ്ടു, ZRY ഇവിടെ ഉണ്ട്. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 200 ഡിവൈഡഡ് ബൈ 18.37 ആംഗിൾ -22.7 ഈക്വൽ ടു 10.88 ആംഗിൾ 22.7 ഡിഗ്രി എന്ന് വന്നു. സിമിലർലി നെക്സ്റ്റ് വൺ IYB, അത് വേറൊന്നുമല്ല, VYB ഡിവൈഡഡ് ബൈ ZYB. VYB നമ്മൾ ഇവിടെ കണ്ടു, ZYB ഈ തന്നിട്ടുണ്ട്. തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നു 5.44 ആംഗിൾ -128 ഡിഗ്രി എന്ന് വന്നു. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് IBR ആണ്. വേറെ ഒന്നുമല്ല, VBR ബൈ ZBR. എഗെയിൻ VBR ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു, ZBR ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് IBR കിട്ടി. IBR ഒബ്റ്റെയിൻ ചെയ്ത് 5.44 ആംഗിൾ 37 ഡിഗ്രി ആയിട്ട് വന്നു. സോ ഓരോ ഫേസ് കറണ്ട്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലൈൻ കറണ്ട് ആണ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എലമെന്റ്. സോ ഇനി ഈ ലൈൻ കറണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി കറണ്ടിൻ്റെ നൊട്ടേഷൻസ് ആദ്യം മാർക്ക് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് നമുക്കത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഈ രീതിയിൽ കറണ്ട് എല്ലാം തന്നെ സോഴ്സിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ IR, IY, IB ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. നെക്സ്റ്റ് ഇനി ഇതിലൂടെ പോകുന്ന കറണ്ട്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് IRൻ്റെത് ഈ RY, അതായത് ആറിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് വരച്ചു. IRY ആയിട്ട് വന്നു. ഇത് IRY. നെക്സ്റ്റ് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇനി ബിയിൽ നിന്ന് പോകുന്ന കറണ്ട് ചെക്ക് ചെയ്യാം. ബിയിൽ നിന്ന് പോകുന്നത് ഈ രീതിയിൽ വന്നു, IBR. റൈറ്റ്, ബിന് പ്രിഫറൻസ് കൊടുത്ത് IBR ആയിട്ട് ഈ രീതിയിൽ പോയി. ഇനി അടുത്ത ഒരു ആമിൻ്റെയും കൂടെ ഉള്ളതാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, വൈയിൽ നിന്നുള്ളതാണ്. വൈയിൽ നിന്ന് തുടങ്ങി ഈ രീതിയിൽ പോയി ഈ രീതിയിലേക്ക് പോയി. ഇത് IYB. അപ്പോൾ 3 ആമിലൂടെ ഉള്ള കറണ്ട് നമ്മൾ എടുത്തു. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എഴുതാം. IR ആണ് ലൈൻ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. IR എൻട്രി ആണ്, ലീവ് ചെയ്യുന്ന കറണ്ട് ചെക്ക് ചെയ്യുക. IRY ഉണ്ട്, ബട്ട് ഇവിടെ കൂടെ IBR എൻട്രി ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് -IBR. IRY, IBR ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് IR ഒബ്റ്റെയിൻ ചെയ്യുന്ന 5.76 ആംഗിൾ 9.22 ഡിഗ്രി ആയിട്ട് വന്നു.
സിമിലർലി ഐ വൈ എന്ന് പറയുന്നത് ഈ എൻ്റർ ചെയ്യുന്ന കറണ്ട്, ലീവ് ചെയ്യുന്ന കറണ്ട്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലീവ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ വൈ ബി ആണ്, ഐ വൈ ബി, ബട്ട് ഐ ആർ വൈ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ എഗെയിൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന 15.84 ആംഗിൾ മൈനസ് 147.63 ഡിഗ്രി ആയിട്ട് ഓക്കെ. ഇനി സിമിലർലി ഐ ആർ വൈ ബി, ഐ ബി ചെക്ക് ചെയ്യാം. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി വേരിയബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ്ലി വരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം. ഐ ബി ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഐ ബി ഈക്വൽ ടു ഐ ബി ആർ, ലീവ് ചെയ്യുന്ന കറണ്ട് നോക്കുക, ഐ ബി ആർ മൈനസ് ഐ വൈ ബി. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 10.78 ആംഗിൾ 44.5 ഡിഗ്രി എന്ന് പറയും. റൈറ്റ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വി ആർ ആണ്. ഫൈൻഡ് ലൈൻ കറണ്ട്സ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഇംപെഡൻസ്. വി ആർ എന്ന് പറയുന്ന കറസ്പോണ്ടിംഗ്ലി വി ആർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഐ ആർ ഇൻറ്റു കറസ്പോണ്ടിംഗ്ലി ആ ഇംപെഡൻസ് നമുക്ക് വന്നിരുന്നത് സ്റ്റാർ കണക്റ്റഡിലാണ്. ഐ ആർ ഈക്വൽ ടു 10 ആംഗിൾ 30 ആയിരുന്നു. 10 ആംഗിൾ 30. ഇതൊരു കാര്യം ഓർക്കണം, ഇത് ഐ ആർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഐ ആർ തന്നെയാണ് ഇവിടെ നമുക്ക് ആ സ്റ്റാറും കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് വരയ്ക്കാം. വരച്ചിട്ട് നമുക്കത് നോക്കാം. സോ ആ സ്റ്റാറില്ല, ഐ ആർ ഇൻറ്റു 10 ആംഗിൾ 30 ഡിഗ്രി ഇത് ഇവിടെ തന്നിട്ടുള്ളതാണ്. സോ ഐ ആർ നമ്മൾ ലൈൻ കറണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്ത. സോ അത് നമുക്ക് വരുന്ന വി ആർ ഈക്വൽ ടു 57.6 ആംഗിൾ 39.22 ഡിഗ്രി ആയിട്ട് വന്നു. സിമിലർലി നെക്സ്റ്റ് വൺ വി വൈ എന്ന് പറയുന്നത് ഐ വൈ നമുക്ക് ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻറ്റു ഈ ഇംപിഡൻസ് 10 ആംഗിൾ മൈനസ് 45. സോ എഗെയിൻ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം വരുന്നത് 1 ആണ്, 10 ആംഗിൾ മൈനസ് 45 ഡിഗ്രി എന്നാണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒബ്റ്റെയിൻ ചെയ്യുന്നത് 158.4 ആംഗിൾ മൈനസ് 193.1 ഡിഗ്രി എന്ന് പറയും. ഇനി ലാസ്റ്റ് വൺ വി ബി ഈക്വൽ ടു ഐ ബി ഇൻറ്റു ഇംപിഡൻസ് 20 ആംഗിൾ 60 ഈക്വൽ ടു 215.6 ആംഗിൾ 104.5 ഡിഗ്രി. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റാറിനെ ഈ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്ത് തിരിച്ച് കിട്ടുന്ന ലൈൻ കറണ്ടുകൾ കൊണ്ടുവന്ന് ഈ സ്റ്റാറിലുള്ള റെസിസ്റ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കും. സോ ഇനി അൺബാലൻസ് സർക്യൂട്ട്സിന് ഇനി പ്രോബ്ലംസ് ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ബാലൻസ് ഉള്ള പ്രോബ്ലംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, താങ്ക് യു.